ഗ്രാമത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ അന്ന് കുട്ടിയായിരുന്ന സമയത്ത് വലിയ പ്രായമായപ്പോൾ അവിടെ നിന്ന് മാറിയില്ലേ? അല്ല, അവിടെ മാസ്റ്റർ ഡിഗ്രിക്ക് പഠിക്കുക, ഞാൻ വിവാഹം കഴിക്കുന്നതുവരെയും ഇപ്പോഴും അവിടെ തന്നെ, അതിൻ്റെ തൊട്ടടുത്തന്നേ ഉള്ളൂ. അങ്ങനെയാണ്, എൻ്റെ നാട്ടിൽ തന്നെയാണ്. ഞാനിപ്പം തൽക്കാലത്തേക്ക് തിരുവനന്തപുരം നഗരത്തിലേക്ക് കുടിയേറിയിട്ടുണ്ട്. വന്നു പോകാനുള്ള സൗകര്യങ്ങൾ എല്ലാ ആഴ്ചയിലും ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ എപ്പോഴും 20 കിലോമീറ്റർ അത്രേ ഉള്ളൂ. 20 കിലോമീറ്റർ അത്രേ ഉള്ളൂ. പക്ഷെ ആ സമയത്തുള്ള ഓർമ്മകളിൽ നിന്നും ഒരിക്കലും മാറാനൊക്കില്ല അല്ലേ? അന്നത്തെ ആ സുഹൃത്തുക്കൾ അവരുമായിട്ടൊക്കെ ഇപ്പോഴും കമ്പനി? തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ സൗഹൃദവും ഞാൻ നിലനിർത്തി പോകുന്നുണ്ട്. നല്ല സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. നല്ല ഒരു സൗഹൃദ ബന്ധം, എല്ലാ അർത്ഥത്തിലുമുള്ള ബാല്യം. ഒരു നല്ല സന്തോഷകരവും വളരെ വേദന നിറഞ്ഞതുമായ എന്നാൽ സമൃദ്ധമായ അനുഭവങ്ങളുള്ള ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു. കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും വേദനയുടെയും. അപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തുന്നത്, മൂത്ത ജ്യേഷ്ഠനും അമ്മയും. അപ്പോൾ എൻ്റെ ഒരു കവിതയിൽ ഞാൻ അതൊക്കെ എൻ്റെ ബാല്യമെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ കവിതയുടെ പേര് ഓർമ്മ മഴക്കാറെന്നാണ്. കവിതേ പ്രിയപ്പെട്ട ശൈലപുത്രി, നിള പോലെ പ്രിയമെൻ്റെ നെയ്യാറുപോലെ, നീ ഒഴുകിപ്പരക്കുകയും നവനിലും ഇവനിലും അതിരിലും പതിരിലും പിന്നെ എന്നിലും. കവിതേ കാമ്യതേ കണ്ണാടി പോലെന്നെ ഒപ്പിയെടുക്കു നീ പിന്നെയും പിന്നെയും. കെട്ടി നിർത്തുവാനാകാതൊടുവിലായി കുത്തി ഒലിക്കുവാൻ വെമ്പുമെൻ വ്യഥകളെ. ബാല്യത്തിൽ നിരാലംബനായി ഒറ്റയ്ക്കു പാതയിലൂടെ ഞാൻ പാഞ്ഞതും, ബാല്യത്തിൽ നിരാലംബനായി ഒറ്റയ്ക്ക് പാതയിലൂടെ ഞാൻ പാഞ്ഞതും, മുറ്റത്ത് പൂത്തുനിന്നോരൊറ്റ വൃക്ഷം മറിഞ്ഞതും, വെട്ടിയ കൊമ്പിനും വിറകിനുമൊപ്പമെന്നച്ഛനെരിഞ്ഞെരിഞ്ഞില്ലാതെയായതും. കവിതേ കവിതേ പ്രിയപ്പെട്ട ശൈലപുത്രി, ഒപ്പിയെടുക്കു നീ പിന്നെയും പിന്നെയും. ഒപ്പിയെടുക്കു നീ വട്ടിയും തലയിൽ വച്ചുച്ച ഇറങ്ങി വരുന്നൊരെന്നമ്മയെ. ഒപ്പിയെടുക്കു നീ വട്ടിയും തലയിൽ വച്ചുച്ച ഇറങ്ങി വരുന്നൊരെന്നമ്മയെ. പക്കാവടയോ പരിപ്പുവടയോ എന്ന് പൊട്ടാസു കണ്ണുകൾ പൊട്ടുന്ന വീഥിയെ. കവിതേ കവിതേ പ്രിയപ്പെട്ട ശൈലപുത്രി, ഒപ്പിയെടുക്കു നീ പിന്നെയും പിന്നെയും. ഓർമ്മയിൽ വീശും വിശപ്പിൻ്റെ കാറ്റേറ്റുപാടി വീഴുന്നു നിറം കെട്ട ചെമ്പകം. ഓർമ്മയിൽ വീശുന്ന വിശപ്പിൻ്റെ കാറ്റേറ്റ് വാടി വീഴുന്ന നിറം കെട്ട ചെമ്പകത്തിൻ്റെ ഓർമ്മയാണ് എനിക്ക് ബാല്യം. ഇതിപ്പം ബാല്യം മുഴുവൻ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ മനസ്സിലായി എന്തായിരിക്കും എന്നുള്ളത്. ആ ഒറ്റമരം വെട്ടി അതിന്റെ കൊമ്പ് കൊണ്ട് അച്ഛനെ ദഹിപ്പിക്കുന്നത്. അച്ഛന് ശരിക്കും കർഷകനായിരുന്നോ അതോ എന്തെങ്കിലും ജോലി? അച്ഛൻ പിന്നെ ഒരു തൊഴിലാളിയായിരുന്നു, ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു അച്ഛൻ. അച്ഛൻ ഒരു നല്ല അന്നത്തെ കാലത്ത് നല്ല വിദ്യാസമ്പന്നനായിരുന്നു. അന്നത്തെ പിന്നെ എന്താ 7ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 6ാമത്തെ മോനാണ്. അപ്പോൾ അന്നത്തെ 7ാം ക്ലാസ്സുകാരനായിരുന്നു. അന്നത്തെ 7ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഡിഗ്രിക്ക് തത്തുല്യമാണ്. നന്നായി വായിക്കുമായിരുന്നു അച്ഛൻ. പിന്നെ ഒരു തരം ഒരു നെഗറ്റിവിറ്റി ഒരു തരം ലൈഫിനോട് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികം പിന്നെ ഈ അന്നത്തെ ഈ നായർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ ഈ കെട്ടിട തൊഴിലാളിയായിട്ടൊന്നും പോകില്ല. അങ്ങനെ അതിജീവിച്ച് അങ്ങനെ ഒന്നുമില്ല, അതിനെ അന്തസ്സായിട്ട് തൊഴിലായിട്ട് കണക്കാക്കി. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മൾ ഇപ്പോൾ ഒരു വിവാഹത്തിന് ക്ഷണിക്കാൻ തന്നെ അവർക്ക് ഒരു വിഷമം. അപ്പോൾ അതിനെയൊക്കെ അങ്ങനെ ആ രീതിയിൽ കണ്ടിരുന്ന ഒരു അച്ഛനായിരുന്നു എനിക്ക്. അപ്പോൾ അച്ഛൻ ഞാൻ 4ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ ഇങ്ങനെ വായനശാലയിൽ നിന്ന് ഈ മാർത്താണ്ഡവർമ്മ പോലുള്ള വലിയ പുസ്തകങ്ങൾ, ധർമ്മരാജ പോലുള്ള പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വെച്ച് വായിക്കും ഇങ്ങനെ ധാരാളമായി. അപ്പോൾ ഈ വായന കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഇത്, അതിൽ നിന്ന് ആകാംക്ഷ, അതിൽ നിന്നാണ് ഞാനും വായനയിലേക്ക് കയറി വന്നത്. തീർച്ചയായിട്ടും അതൊരു സന്തോഷമായിട്ട് തോന്നുന്നു. 7ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ആ ഒരു കിട്ടി പൈതൃകം എന്ന് പറയുന്ന ആകെ ഉള്ളത് അതാണ്. ഈ വായനയുടെ പൈതൃകം അച്ഛനിൽ നിന്ന് കിട്ടി.
നമുക്ക് ഒരു പാട്ടിലേക്ക് പോകാം. തീർച്ചയായും. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഈ കോളേജിൽ പഠിക്കുമ്പം എഴുതി എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ കവിതകളുണ്ടല്ലോ, അതും ഈ ജീവിതത്തിന്റെ ആസ്പദമാക്കിയത് വിശപ്പുണ്ടായിരുന്നു, പ്രണയത്തിലേക്ക് വരാം. പ്രണയത്തിന് വലിയ ചോദ്യങ്ങൾ ഇനി ഉണ്ട്, അതിലേക്ക് വരാം. ബാല്യം, പിന്നെ ക്ഷണികമായ അന്നന്ന് കാണുന്ന കാര്യങ്ങൾ, പ്രകൃതി പ്രധാനമായി എല്ലാവരുടെയും വരുമല്ലോ, പ്രകൃതി വരും തീർച്ചയായിട്ടും. ഒരു ഏതെങ്കിലും നല്ല ഒരു പഴയ പാട്ട് എനിക്കിപ്പോഴും എപ്പോഴും ആരെങ്കിലും ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടമെന്ന് കേട്ടാൽ എനിക്ക് എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു പാട്ടെന്ന് പറയുന്നത് നീലജലാശയത്തിൽ എന്നൊരു പാട്ടുണ്ട്. ഹംസങ്ങൾ നീരാടും പൂവനത്തിൽ, അതാണ് നീർപ്പോളകളുടെ ലാളനയേറ്റൊരു നീലത്താമര വിരിഞ്ഞു. കേൾക്കാം. ജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ, നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹൃദയം പൂമ്പൊയ്കയാ, ഹംസങ്ങൾ സ്വപ്നങ്ങളായി. ഹൃദയം പൂമ്പൊയ്കയാ, ഹംസങ്ങൾ സ്വപ്നങ്ങളായി. ആയിരം ആയിരം അഭിലാഷങ്ങൾ തെളിനീർക്കും ഇലകളായി. അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി, നീലത്താമരയായി. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ, നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ